ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിനെ കുറിച്ച് വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡയറക്റ്റ് ആയിട്ട് ആൾക്കാർ പരസ്പരം സംസാരിക്കുന്ന ഡയലോഗ് രൂപത്തിലുള്ള അതിനെയാണ് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എഴുതുമ്പോൾ ഡബിൾ അല്ലെങ്കിൽ സിംഗിൾ കൊട്ടേഷൻ മാർക്സിനകത്തായിട്ടായിരിക്കും ഒരു കോൺവേഴ്സേഷനെ മറ്റൊരാളിലേക്ക് നറേറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ഇതിനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൺവേർഷൻ എങ്ങനെ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാമെന്നും തിരിച്ചുമുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ ടെൻസസിനെ കുറിച്ച് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. വളരെ ഷോർട്ടായിട്ട് ടെൻസിനെ കുറിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ നമുക്കിനി അതിൻ്റെ കൺവേർഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ്, ഫോർ എക്സാമ്പിൾ ഹീ സെഡ് ഇറ്റ് ഈസ് എ ഗുഡ് പെൻ, അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റിലേക്കാകുന്നു. അതായത് ഹീ സെഡ് ദാറ്റ് ഇറ്റ് വാസ് എ ഗുഡ് പെൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും, ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ മറ്റൊരാളടുത്ത് ആ ഒരു നടന്ന കോൺവെർസേഷനെ കുറിച്ച് പറയുന്ന പോലെയാണുള്ളത് അല്ലേ. അതായത് ഇവിടെ സിമ്പിൾ പാസ്റ്റിലേക്ക് ആക്കിയ സെൻറ്റൻസിൽ പറയുന്നത് എന്താണ്, അവൻ പറഞ്ഞു അതൊരു നല്ല പേനയാണെന്ന്. അപ്പോൾ അത് നമ്മൾ മറ്റൊരാളടുത്ത് പറയുന്ന രീതിയിലുള്ളതല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസിനെ മാറ്റുന്നത്. അടുത്തതായിട്ട് വരുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ്. ഫോർ എക്സാമ്പിൾ ഷീ സെഡ് ഐ ആം നോട്ട് സെല്ലിംഗ് ദ കാർ. അപ്പോൾ അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറുന്നു. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് നോട്ട് സെല്ലിംഗ് ദ കാർ. അതുപോലെ തന്നെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ്. ഹീ സെഡ് ഐ ഹാവ് നോട്ട് ഡൺ ദ വർക്ക്. അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറുന്നു. ഹീ സെഡ് ദാറ്റ് ഹീ ഹാഡ് നോട്ട് ഡൺ ദി വർക്ക്. ഇതുപോലെ സിമ്പിൾ പാസ്റ്റിലുള്ള ഒരു സെൻറ്റൻസ്, ഷീ സെഡ് ഐ ബ്രോട്ട് എ ന്യൂ ലാപ്ടോപ്പ്. അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് ബ്രോട്ട് എ ന്യൂ ലാപ്ടോപ്പ്. ഇതുപോലെ പാസ്റ്റ് കണ്ടിന്യൂസിലുള്ള ഒരു സെൻറ്റൻസ്, ഹീ സെഡ് ഐ വാസ് കുക്കിംഗ് ഡിന്നർ. അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറുന്നു. ഹീ സെഡ് ദാറ്റ് ഹീ ഹാഡ് ബീൻ കുക്കിംഗ് ഡിന്നർ. പാസ്റ്റ് പെർഫെക്റ്റിലുള്ള ഒരു സെൻറ്റൻസ്, ഷീ സെഡ് ഐ ഹാഡ് ഗോൺ ടു മൈ ഓഫീസ്. അത് പാസ്റ്റ് പെർഫെക്റ്റ് തന്നെ ആയിരിക്കും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോഴും. ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് ഗോൺ ടു ഹർ ഓഫീസ്. അടുത്ത ഡയറക്റ്റ് സ്പീച്ചിൽ ഫ്യൂച്ചർ ടെൻസിലുള്ള ഒരു സെൻറ്റൻസ്, അവിടെ വിൽ അല്ലെങ്കിൽ ഷാൾ ആയിരിക്കും യൂസ് ചെയ്യുക. ഹീ സെഡ് ഐ വിൽ ക്ലീൻ ദ റൂം. അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ആ വില്ല് വുഡ് അല്ലെങ്കിൽ ഷുഡായിട്ട് മാറും. ഹീ സെഡ് ദാറ്റ് ഹീ വുഡ് ക്ലീൻ ദ റൂം. ഇനി ഫ്യൂച്ചർ ടെൻസിൽ ഗോയിങ് ടു ഉള്ള ഒരു സെൻറ്റൻസിൽ ഷീ സെഡ് ഐ ആം ഗോയിങ് ടു ബിൽഡ് എ ഹൗസ്. അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ വാസ് അല്ലെങ്കിൽ വെയർ ഗോയിങ് ടു എന്നാകും. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ഗോയിങ് ടു ബിൽഡ് എ ഹൗസ്. ഇനി ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ചില വേർഡ്സിനും ഡിഫറൻസ് വരാറുണ്ട്. ഇപ്പോൾ വില്ലെന്ന് പറയുന്നത് വുഡായിട്ട് മാറും. ഷാൾ ഇപ്പോൾ പ്രഡിക്ഷൻ ആണ് നടത്തുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ വി ഷാൾ സ്റ്റഡി ഹാർഡ് ഫോർ ദി എക്സാം, എങ്കിൽ അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ വുഡായിട്ട് മാറും. ദേ സെഡ് ദാറ്റ് ദേ വുഡ് സ്റ്റഡി ഹാർഡ് ഫോർ ദി എക്സാം. ഇപ്പോൾ ഈ ഷാൾ യൂസ് ചെയ്യുന്നത് ഒരു ഓഫർ അല്ലെങ്കിൽ സജഷൻ ആയിട്ടാണ്. ഷാൾ ഐ ക്ലിയർ ദ ടേബിൾ എന്നാണെങ്കിൽ അത് ഷുഡായിട്ടായിരിക്കും ഇൻഡയറക്റ്റ് സ്പീച്ചിൽ മാറുന്നത്. ഹീ ആസ്ക്ഡ് ഇഫ് ഹീ ഷുഡ് ക്ലിയർ ദ ടേബിൾ. അല്ലാതെ മസ്റ്റ് അല്ലെങ്കിൽ ഹാഡ് ടു, അതൊക്കെ ഷുഡ്, കുഡ്, മൈറ്റ്, ഓർ ടു, ഇതൊക്കെ അതുപോലെ തന്നെ റിമൈൻഡ് ചെയ്യും. അടുത്തതായിട്ട് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് കൺവേർഷൻ നടത്തുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് വേർഡ്സിൻ്റെ ചേഞ്ചസ് ആണ്. ദിസ് എന്ന് പറയുന്നത് ദാറ്റ് ആയിട്ട് മാറുന്നു. ദീസ് എന്ന് പറയുന്നത് ദോസ് ആകുന്നു. ഹിയർ ദെയർ ആകും. ഹിയർ ആഫ്റ്റർ അപ്പോൾ ദെയർ ആഫ്റ്റർ ആകുന്നു. എഗോ ബിഫോറും, നൗ ദെൻ. ടുഡേ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ദാറ്റ് ഡേ ആകും. ടുനൈറ്റ് ദാറ്റ് നൈറ്റ് ആകും. ടുമോറോ അതിന് പകരം ദ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ദ ഫോളോയിങ് ഡേ എന്നായിരിക്കും ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ദ നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്നത് ദ ഫോളോയിങ് വീക്ക് ആവും. എസ്റ്റർഡേ ദ പ്രീവിയസ് ഡേ ആകും. ലാസ്റ്റ് മന്ത് എന്ന് പറയുന്നത് ദ പ്രീവിയസ് മന്ത് ആകും.
അതായിട്ട് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ പ്രൊനൗൺസിനുണ്ടാകുന്ന ചേഞ്ചസ് നോക്കാം. ഇപ്പം ഐ ഡയറക്റ്റ് സ്പീച്ചിൽ യൂസ് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്കാകുമ്പോൾ ഹി അല്ലെങ്കിൽ ഷീ ആയിട്ട് മാറുന്നു. മീ എന്ന് പറയുന്നത് ഹിം അല്ലെങ്കിൽ ഹർ. മൈ എന്ന് പറയുന്ന ഹിസ് അല്ലെങ്കിൽ ഹേഴ്സ്. മൈസെൽഫ് എന്ന് പറയുന്നത് ഹിംസെൽഫ് അല്ലെങ്കിൽ ഹെർ സെൽഫ്. അവർ സെൽഫ് എന്ന് പറയുന്നത് ദം സെൽഫ്സ് എന്നായിട്ട് മാറുന്നു. അതുപോലെ അവർ എന്ന് പറയുന്നത് ദയർ, അവേഴ്സ് എന്ന് പറയുന്നത് ദയേഴ്സ്, വി ദേ ആകുന്നു, അസ് ദം ആകുന്നു. സോ ഇത്തരത്തിൽ പ്രോനൗൺസിനും ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാമെങ്കിൽ നമുക്ക് കുറച്ച് പ്രാക്ടീസോടുകൂടി തന്നെ ഇതിൽ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് കൺവേർഷൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.